ഡോങ്ചുനെയും ഉണ്ണാമിനെയും കൊല്ലുവാനായിട്ടുള്ള പദ്ധതിയൊക്കെ ഇട്ടിട്ടാണ് ജാങ്സൺ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ സന്തോഷം അയാൾക്കുണ്ടായിരുന്നു. മാത്രമല്ല, ഉണ്ണാം മരിച്ചു കഴിയുമ്പോഴത്തേക്കും അവൾക്ക് കിട്ടേണ്ടിരുന്ന സ്വത്തെല്ലാം തന്നെ ചോളിന് കിട്ടുന്ന രീതിക്ക് നീ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് കുഹോയുടെ അടുത്ത് പോലും അയാൾ പറയുന്നുമുണ്ട്. ഡോങ്ചുനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഈഡും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ ഈഡു എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് തന്നെ ഈഡുന്റെ മകനായിട്ടുള്ള ടയോണും ഡോങ്ചുനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. മാത്രല്ല ടയോൺ ഡോക്ടറിന്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈഡവും ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. നിനക്ക് അലർജി വന്ന സമയത്ത് അച്ഛൻ ഫോണിൽ ആംബുലൻസിലേക്ക് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ആംബുലൻസ് എത്താതെ ആയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും കോൾ ചെയ്തു. അങ്ങനെ കോൾ ചെയ്തപ്പോഴത്തേക്കും ആയിരുന്നു ഇതിനു മുമ്പ് ആരും തന്നെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യം ഞാനും മനസ്സിലാക്കിയത്. അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? അച്ഛൻ ആദ്യം തന്നെ ആംബുലൻസിലെ വിളിക്കുകയായിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് ഇങ്ങനെ കിടക്കേണ്ടതായിട്ട് വരികയില്ലായിരുന്നു. ഇപ്പോൾ നീയും ഓക്കെ ആയേനെ. എന്തായാലും നീ ഇനിയും ഇങ്ങനെ കിടക്കരുത്, എണീറ്റ് വരണം. ഇല്ലെങ്കിൽ എനിക്കും വട്ടുപിടിച്ചതുപോലെയൊക്കെ ആയിപ്പോകും. നീ ഈ ഒരു കണ്ടീഷനിൽ മരിക്കുകയാണെങ്കിൽ എനിക്കത് ഒരിക്കലും സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടയോണും പോകുന്നു. അങ്ങനെ ടയോൺ പോകുമ്പോഴത്തേക്കും ഈഡും അവിടെ നിന്നും ഓടി വാഷ്റൂമിലേക്ക് കയറുന്നുണ്ട്. അതുപോലെ തന്നെ ഡോങ്ചും അതെല്ലാം തന്നെ കേട്ടിട്ടുമുണ്ടായിരുന്നു. ഈടും ആ ഒരു സമയത്ത് ആത്മഹത്യ ചെയ്യുവാനായിട്ട് പോലും തയ്യാറായിരുന്നു. എങ്കിൽ പോലും ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യുകയില്ല. പക്ഷെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ സ്വയം ഏറ്റെടുക്കുന്നതായിരിക്കും. അതിനു മുമ്പായിട്ട് ടേസൻ ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളും നിന്നെ എനിക്ക് ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ടയോടെ കുറിച്ചും അയാൾ പറയുന്നു. അതായത് ഇപ്പോൾ ചെയർമാൻ ആണല്ലോ ടേസൻ ഗ്രൂപ്പിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. സോ ആ ഒരു സ്ഥാനത്തേക്ക് തന്റെ മകനായിട്ടുള്ള ടയോനെ കൊണ്ടുവരുവാനായിട്ടായിരുന്നു ഈടും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം ഈഡു വീണ്ടും ഡോങ്ചുനെ കാണുവാനായിട്ട് എത്തുമ്പോഴത്തേക്കും ആയിരുന്നു അഡ്മിനിസ്ട്രേറ്ററും ഡോങ്ചുവും തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന കാഴ്ചയൊക്കെ അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിൽ നിന്നും താഴെ പോയിട്ടുണ്ടായിരുന്ന ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തിട്ട് അത് അഡ്മിനിസ്ട്രേറ്റർക്ക് തന്നെ കുത്തിക്കുകയായിരുന്നു ഈഡു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഡോങ്ചും രക്ഷപ്പെടുന്നു. ഡോങ്ചുവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ പറയുവാനായിട്ട് ചെയർമാൻ ചായനെ ഡോക്ടർ കാങ്ങും കോൾ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കോളൊക്കെ ചെയ്ത് സംസാരിച്ച് നടന്നു വന്നിട്ടുണ്ടായിരുന്ന ചായയും കുറെ നേരം കഴിയുമ്പോഴത്തേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയതൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്റെ ഫോൺ കുത്തിയിടുന്നൊക്കെ സെക്രട്ടറിയോടായിട്ട് പറയുന്നു. പക്ഷെ അപ്പോഴായിരുന്നു താൻ ഉണ്ടായിരുന്നത് വീട്ടിലല്ല എന്നും റോഡ് വരെ താൻ നടന്നെത്തിയിട്ടുണ്ടായിരുന്നു എന്നുമുള്ള കാര്യമെല്ലാം തന്നെ ചെയർമാൻ ചായയും മനസ്സിലാക്കുന്നത്. എന്തിനേറെ പറയുന്നു ചെയർമാൻ ചെരുപ്പ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഡോക്ടർ ഗാങ്ങും ഡോങ്ചുനും മുറിയിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ബെഡിൽ ഒരാൾ കിടക്കുന്നതൊക്കെ കാണുന്ന അവളും അത് ഡോങ്ചു ആയിരിക്കുമെന്ന് വിചാരിച്ച് തിരിച്ചു പോകുന്നു. മാത്രല്ല വീട്ടിലെ ജോലിക്കാരെയും ഈ ഒരു സമയത്ത് കാങ് പോയിരിക്കുന്നു. ഇനി കാങ് രാവിലെ മാത്രമേ വരികയുള്ളൂ എന്ന രീതിക്ക് സംസാരിക്കുകയാണ്. ശരിക്കും ബെഡിൽ കിടന്നിട്ടുണ്ടായിരുന്നത് ഈടുവായിരുന്നു. ഇനി അഡ്മിനിസ്ട്രേറ്ററെ ടോങ്ചു കെട്ടിയിട്ടിരിക്കുകയാണ്. മാത്രല്ല ഇഞ്ചക്ഷനൊക്കെ വെച്ചത് കൊണ്ട് തന്നെ അയാളുടെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അയാളുടെ മേത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അയാളെയും എണീപ്പിച്ചിരിക്കുന്നു. യാങ്ങിനെ വീഡിയോ കോൾ ചെയ്തതിനു ശേഷം ആ ഒരു കോള് കൂടി അഡ്മിനിസ്ട്രേറ്ററെ കാണിച്ചു കൊടുക്കുകയാണ് ഡോങ്ചുവും. എന്തായാലും യാങ് ഡോങ്ചുന്റെ കൈകൊണ്ട് മരിച്ചിട്ടില്ല, അവനും സേഫ് ആയിട്ടാണ് ഉള്ളതെന്ന് അഡ്മിനിസ്ട്രേറ്ററും മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഇരിക്കെ വീണ്ടും അഡ്മിനിസ്ട്രേറ്ററെ ഉപദ്രവിക്കുവാനായിട്ട് ഡോങ്ചു തുടങ്ങുന്ന സമയത്താണ് ഉണ്ണാമിനെ കൊല്ലുവാനായിട്ട് ജാങ്സൺ ആളെ അയച്ചിട്ടുണ്ടായിരുന്നു. അവളും ഓടി രക്ഷപ്പെടുവാനായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അവളെ അയാൾ തീർത്ത് കളയുന്നതായിരിക്കുമെന്നുള്ള രീതിക്ക് അയാളും സംസാരിക്കുന്നത്. അത് കേട്ട ഉടനെ തന്നെ ഡോങ്ചുവും ഉണ്ണാമിനെ കോൾ ചെയ്യുന്നു. ജാങ്സണും ചോളും കൂടി ഒന്നിച്ച് ഫുഡ് കഴിക്കുവാനായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ജാങ്സൺ ഉണ്ണാമിനെ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന അവളും ഫോൺ എടുക്കുന്നു. കാര്യങ്ങളെല്ലാം തന്നെ ഡോങ്ചു വഴി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഉണ്ണാവും പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണെന്നുള്ള രീതിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും കില്ലർ അവളെ ഫോളോ ചെയ്ത് വരുന്നത് കണ്ട് കഴിയുമ്പോഴത്തേക്കും അവളും ഡോങ്ചുനെ വിളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോള് ഇപ്പോൾ അയാളെയും കൂടി കേൾപ്പിക്കുകയാണ്. എന്തായാലും ഡോങ്ചുന്റെ സൈഡിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രല്ല അയാളും കില്ലറിന്റെ അടുത്ത് അവളെ ഒന്നും തന്നെ ചെയ്യരുതെന്നും പറയുന്നു. ഡോങ്ചുവും റൂമിലുണ്ടായിരുന്ന ജോലിക്കാരിനെ പറഞ്ഞ് അയച്ചതിന് ശേഷം ഈഡുന്റെ കയ്യിൽ നിന്നും അവന്റെ ഫോൺ മേടിക്കുന്നു. അങ്ങനെ ഇരിക്കെ ജാങ്സന്റെ കൂടെ നിന്നിട്ട് എനിക്ക് കറുവപ്പട്ട കഴിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ അറിഞ്ഞിട്ടല്ലായിരുന്നു നിങ്ങളും എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ ആംബുലൻസിനെ കോൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നീ കോൾ പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 2 തവണ നീ എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. എങ്കിൽ പോലും ഇപ്പോൾ നീ എന്തിനായിരുന്നു എന്നെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്? എന്തായാലും ഞാൻ നിന്നെ 2 തവണ സേവ് ചെയ്തിരിക്കുകയാണ്. ഒന്നാമതായിട്ട് നീ കടലിൽ വീണ സമയത്ത്, രണ്ടാമതായിട്ട് ഇപ്പോൾ. വേണമെങ്കിൽ എനിക്ക് നിന്നെ കൊല്ലാമായിരുന്നു. എങ്കിൽ പോലും ഞാൻ നിന്നെ വെറുതെ വിടുകയാണെന്ന് പറഞ്ഞ് ഡോങ്ചുവും പോകുന്നു. ചെയർമാനും നടന്ന് നടന്ന് ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ചെയർമാൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും അതുവഴിയെ പോയിട്ടുണ്ടായിരുന്ന സ്യോൻവുവും ചെയർമാനെ ശ്രദ്ധിക്കുന്നു. അതായത് ഇതിനു മുമ്പ് ബേക്കറിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ചെയർമാൻ പല തവണയായിട്ട് അവനെ ശ്രദ്ധിക്കുന്നതൊക്കെ അവനും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ചെയർമാനെ കണ്ടപ്പോൾ തന്നെ അവനും തിരിച്ചറിഞ്ഞിട്ടുള്ളത്.
സിയോൻവും ഇപ്പോൾ ചെയർമാൻ ചായുടെ അടുത്ത് എത്തിയതിനു ശേഷം മുത്തശ്ശൻ എന്നെ ഓർക്കുന്നുണ്ടോ? നമ്മൾ ബേക്കറിയിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനും മുത്തശ്ശനൊരു ലിഫ്റ്റ് തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. അത് കേട്ട ഉടനെ തന്നെ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് റെഡിയായി നിൽക്കുകയായിരുന്നു ചെയർമാൻ ചായും. പിന്നെ ചെയർമാൻ ചായയുടെ കാലിൽ ചെരുപ്പില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന സോനുവും അവന്റെ കയ്യിലുണ്ടായിരുന്ന ഷൂസ് അയാൾക്കും ഇടുവാനായിട്ട് കൊടുക്കുന്നു. ചെറുമാനിച്ച ചെരുപ്പ് പോലും ഇടാതെ ഫോണും വിളിച്ചുകൊണ്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ CCTV വഴി എല്ലാവരും തന്നെ കാണുകയാണ്. അങ്ങനെ അവരും ചെറുമാനിച്ച എവിടെയായിരിക്കും ഉണ്ടായിരിക്കുക എന്നൊക്കെ ഓർത്തിട്ട് ആകെ ടെൻഷൻ അടിക്കുന്നു. അതുപോലെ തന്നെ ഷെഫും ടോസും കൂടി ചേർന്നിട്ട് ചെറുമാനിച്ച പോകുവാനായിട്ട് സാധ്യതയുള്ള വഴികളിലൂടെ എല്ലാം തന്നെ പോയി നോക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒന്നും തന്നെ ചെറുമാനിച്ചാനെ അവർ കാണുന്നില്ല. അച്ഛന് ഓർമ്മക്കുറവൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ ഇരിക്കെ അച്ഛനെ ശ്രദ്ധിക്കേണ്ടത് ജോലിക്കാരുടെ ഉത്തരവാദിത്വമാണ്. അവരും ശരിക്കും ജോലി ചെയ്യാത്തത് കൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞ് ഗുഹയും ആകെ ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അച്ഛന് ഓർമ്മക്കുറവുണ്ടോ? എന്നിട്ട് നിങ്ങൾ ആരും എന്തുകൊണ്ടാണ് എന്നോട് ആ ഒരു കാര്യം ഒന്നും തന്നെ പറയാതിരുന്നിട്ടുണ്ടായിരുന്നെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഡോഹിയും ഗുഹയുടെ മുടിക്കൊക്കെ പിടിച്ചിട്ട് ആകെ ദേഷ്യപ്പെടുന്നു. അപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ഡോസും ഞാൻ എന്റെ വൈഫിനോട് അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാണ്. മാത്രമല്ല ചെയർമാൻ സാഹിബ് ആരോടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറയുവാനായിട്ട് പാടില്ലായിരുന്നു എന്ന് എന്നോട് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഡോസുവും അറിയിക്കുന്നു. എങ്കിൽ പോലും ഡോഹിക്കും ആകെ ദേഷ്യമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് സെക്രട്ടറി ഡോഹിയുടെ അടുത്ത് കാമാകുവാനായിട്ട് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് അവളും ഒന്ന് ഓക്കെ ആവുന്നത്. ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോഴത്തേക്കും ഈഡും അഡ്മിനിസ്ട്രേറ്ററുടെ കെട്ടഴിച്ചു വിടുന്നു. മാത്രമല്ല ഡോങ്ചും ഇപ്പോൾ ഒരിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ചാങ്സണും ഡോങ്ചുവിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങുന്ന ഒരു ഫയല് ഇപ്പോൾ എടുത്ത് കളഞ്ഞിട്ട് ഇനി ഇതിന്റെ ആവശ്യമൊന്നും തന്നെ നമ്മൾക്ക് വരികയില്ല എന്നും പറയുന്നു. അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഗുഹോയും ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുകയാണ്. ഈ ഒരു സമയത്ത് ഡോങ്ചുനെ പുതിയതായിട്ട് ഡേസൻ ഗ്രൂപ്പിലേക്ക് എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ ഡോങ്ചുനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് എത്തിയതായിരുന്നു ഗുഹോയും. കുട്ടിക്കാലത്തെ ഒരു ഫോട്ടോ കൂടി ഇപ്പോൾ ജാങ്സണും ഗുഹ കാണിച്ചു കൊടുക്കുന്നു. ഡോങ്ചുന്റെയും യോൻചുന്റെയും അമ്മയായിരുന്നു യൂജിൻ. യോൻചു എന്ന് പറയുന്നത് സിസ്റ്റർ അഗ്നസ് ആണ്. എന്തായാലും യൂജിൻ എന്ന അവരുടെ അമ്മ ഒരു നൈറ്റ് ക്ലബിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു നൈറ്റ് ക്ലബിന്റെ പേര് ഐറിസ് എന്നായിരുന്നു. എന്തായാലും വളരെ ചെറുപ്പത്തിൽ തന്നെ അവരും മരിച്ചുപോയി. പിന്നീട് അതേ ഐറിസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന മാഡം പൈ ആയിരുന്നു ഇവരെ രണ്ടുപേരെ നോക്കി വളർത്തിയിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ ആ കുട്ടികളുടെ അച്ഛൻ ആരാണെന്നൊന്നും തന്നെ ഇവർക്ക് അറിയിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛന്റെ പേരായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വെയിറ്ററുടെ സർനെയിം ആയിരുന്നു ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് സിയോ എന്ന ഒരു സർനെയിം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്നും ഗോഹ അറിയിക്കുന്നു. ജാങ്സന്റെ വൈഫും ഇതേ ഫോട്ടോ തന്നെ കാണുന്നുണ്ടെങ്കിൽ പോലും അതിലെ ഡോങ്ചുനെ കണ്ടിട്ടുണ്ടായിരുന്ന അവരും ഇത് ഡോങ്ചു ആണോ, ഇത് സ്യോൻഹോൺ അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. മാത്രല്ല ജാങ്സന്റെ വൈഫിന്റെ കയ്യില് സ്യോൻഹോന്റെ കൂടെ ഒന്നിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. ആ രണ്ട് ഫോട്ടോയിലും ആ കുട്ടിയുടെ ഹെയർ സ്റ്റൈല് സെയിം ആയിരുന്നു. അത് കൂടാതെ ഒരു ബാഡ്സ് ഒക്കെ കുത്തിയത് കാണിക്കുന്ന രീതിക്കായിരുന്നു രണ്ട് ഫോട്ടോയും ഉണ്ടായിരുന്നത്. ആ ബാഡ്ജ് എന്ന് പറയുന്നത് ഡേസൻ ഗ്രൂപ്പിന്റെ പണ്ടത്തെ ബാഡ്ജാണ്. എന്തു തന്നെ ആയാലും രണ്ട് ഫോട്ടോയിലുമുള്ളത് ഒരേ കുട്ടിയാണെന്ന് ജാങ്സന്റെ വൈഫ് ഉറപ്പിച്ചു പറയുന്നുണ്ടെങ്കിൽ പോലും ജാങ്സനും ഇത് രണ്ടും രണ്ട് കുട്ടികളാണെന്ന് പറയുമ്പോഴത്തേക്കും വൈഫിനും അതെല്ലാം തന്നെ അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ പോലും ആരാണ് സ്യോൻഹോൺ എന്ന് ഈ ഒരു സീനിലും കാണിക്കുന്നില്ല. ഡോങ്ജു റെസ്റ്റോറന്റിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും ഉണ്ണാമോ ഓടിച്ചെന്ന് അവനെ ഹഗ് ചെയ്യുന്നു. അതുകൂടാതെ പിന്നീട് അവർ പോകാനായിട്ട് നോക്കുന്ന സമയത്ത് ഡോങ്ചോ അവളോട് അവിടെ നിൽക്കുവാനായിട്ട് പറഞ്ഞതിന് ശേഷം കാറിന്റെ അടുത്തേക്ക് അവൻ ഒറ്റയ്ക്ക് പോകുന്നു. പക്ഷെ കാറിലും ഒരാൾ അവളെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഡോങ്ചും അയാളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ഏഡോന്റെ ഫോണിലെ പാറ്റേൺ ലോക്ക് അറിയാമായിരുന്ന ഡോങ്ചുവും ആ ഒരു ഫോണും അൺലോക്ക് ചെയ്തതിന് ശേഷം ജാങ്സിനെ കോൾ ചെയ്യുകയാണ്. അതുകൂടാതെ സ്വന്തം ഫോണിൽ നിന്ന് ഗൂഹോനും അവൻ കോൾ ചെയ്യുന്നു. നിങ്ങൾ ആദ്യത്തെ തവണ എനിക്ക് ഹണി കുക്കീസ് ഒക്കെ തന്ന് എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. രണ്ടാമത്തെ തവണ ഇഞ്ചക്ഷൻ വെച്ച് കൊല്ലുവാനായിട്ട് ശ്രമിച്ചു. അതുകൂടാതെ എന്റെ സഹോദരനെ നിങ്ങൾ കൊന്നിട്ടുണ്ടായിരുന്നോ? ഇതിനെല്ലാത്തിനും ഞാൻ പകരം വീട്ടുന്നതായിരിക്കും. നിങ്ങളെയും ഞാൻ വെറുതെ വിടുകയില്ല എന്ന രീതിക്ക് അവരും സംസാരിക്കുന്നു. അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന ജാങ്സണും ദേഷ്യമൊക്കെ വന്നിട്ട് അഡ്മിനിസ്ട്രേറ്ററിനെ കോൾ ചെയ്തിട്ട് ടോങ്ചനെ വെറുതെ വിടുവാനായിട്ട് പാടില്ല, അവൻ എവിടെയാണെങ്കിലും അവനെ കണ്ടെത്തി കൊല്ലണമെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നതും ഡോങ്ചു തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ആയിരിക്കും കൊല്ലുവാനായിട്ട് പോകുന്നതെന്ന് ഡോങ്ചുവും പറയുന്നു. ഉണ്ണാമിനെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ സംഭവ സ്ഥലത്ത് പോലീസും എത്തിയിരിക്കുന്നു. പോലീസ് പോയതിനു ശേഷം ഡോങ്ചുവും തനിയെ പോവുകയാണ്. നീ ഇപ്പോൾ എന്നെക്കുറിച്ച് നോക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നിന്നെക്കുറിച്ച് തന്നെ നോക്കുകയാണ് ചെയ്യേണ്ടത്. മാത്രല്ല ഞാനിപ്പോൾ ഉള്ളത് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് എന്ന് ഉണ്ണാമും സ്വയം ഓർക്കുന്നു. സിയോൻവും ചെയർമാൻ ചായക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അയാളെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ലെഫ്റ്റിലോട്ട് പോ, റൈറ്റിലോട്ട് പോ, സ്ട്രെയിറ്റ് ആയിട്ട് പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയർമാൻ ചായും അവനെ മൊത്തത്തിൽ വട്ടം കറക്കുകയാണ്.
സ്യോൻവു വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവനെ നോക്കിയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും ഇപ്പോൾ ചെയർമാൻച ഓർത്തു പോകുന്നു. അങ്ങനെയിരിക്കെ സ്യോൻവുവും വട്ടം കറങ്ങി കറങ്ങി പോലീസ് സ്റ്റേഷന് മുമ്പിലായിട്ട് ചെയർമാൻ ചായനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. നമ്മളിപ്പോൾ വന്ന വഴിയിലൂടെ തന്നെ എത്ര റൗണ്ട് കറങ്ങിയെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പോലീസിന്റെ അടുത്ത് ചെന്നിട്ട് വീട് ഏതാന്നൊക്കെ അന്വേഷിക്കുക. അവരും കറക്റ്റായിട്ട് വീടൊക്കെ കാണിച്ച് തരുമെന്ന് പറഞ്ഞ് സ്യോൻവു നിൽക്കുമ്പോഴത്തേക്കും അതൊന്നും വേണ്ട. നീ തന്നെ എന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കിയാൽ മതി. ഇത്തവണ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള വഴിയൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും എന്ന് പറഞ്ഞ് ചെറുമോനെ വീണ്ടും വണ്ടിയിലേക്ക് കയറ്റുകയാണ് ചെയർമാൻ ചായും. വീട്ടിലുള്ള എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയർമാൻ ചായനെ പല പല വഴിക്ക് അന്വേഷിച്ചിട്ട് ഇപ്പോൾ വീടിന് മുമ്പിലായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു സൊനു ചെയർമാൻ ചായനെയും കൂട്ടിക്കൊണ്ട് വീടിന് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ചെയർമാൻ ചായും ഇപ്പോൾ മക്കളെ തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഇരിക്കെ നമുക്ക് അകത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ചെയർമാൻ ചായനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് ഡോസ് ശ്രമിക്കുമ്പോഴത്തേക്കും നീ കൂടി എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് സ്യോനുവിനെ കൊണ്ടുപോകുവാനായിട്ടായിരുന്നു ചെയർമാൻ ചായ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ സ്യോനുവാണ് തന്റെ മകൻ എന്ന രീതിക്ക് ചെയർമാൻ ചായയും സംസാരിക്കുന്നു. പക്ഷെ അതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന സ്യോനുവും മുത്തശ്ശ ഞാൻ നിങ്ങളുടെ മകനൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നൊക്കെയുണ്ട്. അതായത് ശരിക്കും അവർ അച്ഛനും മകനും ആണെങ്കിൽ പോലും സ്യോനുവിന് അച്ഛനാണെന്ന് അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ പ്രായമൊക്കെ വെച്ചിട്ട് തന്റെ മുത്തശ്ശന്റെ പ്രായം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ മുത്തശ്ശ എന്ന രീതിക്കൊക്കെ അവനും ചെയർമാൻ ചായനെ വിളിക്കുന്നത്. സ്യോനുവിന്റെ കയ്യിൽ കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അവനും അതെല്ലാം തന്നെ ടോഹിക്ക് കൊടുത്തതിന് ശേഷം ഇത് ഡോങ്ചോന് കൊടുത്തേക്കാമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കൂടാതെ ചെയർമാൻ ചെരുപ്പൊന്നും ഇടാതെ വന്നത് കൊണ്ട് തന്നെ ഞാൻ എന്റെ ഷൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അത് മേടിക്കുവാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും അതൊക്കെ നിന്റെ ബേക്കറിയിലേക്ക് ഞാൻ കൊടുത്തയച്ചോളാം എന്ന രീതിക്കാണ് അവളും സംസാരിക്കുന്നത്. അതിന് എനിക്ക് ബേക്കറി ഉള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഓരോ എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ട് അവനെയും പറഞ്ഞയക്കുന്നു. ഉണ്ണാവും ചോളിന്റെ ഓഫീസിൽ എത്തിയതിനു ശേഷം ചോളിനെ ജാങ്സനെ വിളിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വീട്ടിലേക്കും ചെല്ലുകയാണ്. മാത്രല്ല ചോള് ജാങ്സന്റെ അടുത്ത് എന്തിനാണ് വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കുമാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന കാര്യമെല്ലാം തന്നെ ജാങ്സനും അവനോട് പറയുന്നത്. മാത്രല്ല ഉണ്ണാമും ഇതുപോലെ ജാങ്സന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അയാളും മനസ്സിലാക്കുന്നു. പിന്നീട് ജാങ്സന് ഗുഹയുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും മറ്റാരോ സംസാരിക്കുന്ന സൗണ്ടൊക്കെ അവനും കേൾക്കുകയാണ്. അങ്ങനെ ജാങ്സനും ഗോഹോയും കൂടി ചേർന്നിട്ട് നേരെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കുമാണ് ഡോങ്ചു ഒരാളുമായിട്ട് ഫോണിൽ സംസാരിക്കുകയാണെന്നുള്ള കാര്യം അവരും മനസ്സിലാക്കുന്നത്. സോ ഗുഹോയും ഡോങ്ചുനെ കൊല്ലുവാനായിട്ട് തോക്ക് ചൂണ്ടി നേരെ നിൽക്കുമ്പോഴത്തേക്കും ഡോങ്ചു ആ ഒരു കോള് സ്പീക്കറിലിടുന്നു. അപ്പോഴാണ് ആ ഫോണിൽ ഉണ്ടായിരുന്നത് പ്രസിഡന്റ് ലീ ആണെന്ന് കാണിക്കുന്നത്. ഇതേ വ്യക്തി തന്നെയാണ് നമ്മൾ നേരത്തെ പൊളിറ്റീഷ്യൻ എന്നും എൽഡർ എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇനി മുതൽ നമുക്ക് പ്രസിഡന്റ് ലീ എന്ന് വിളിക്കാം. ഡോങ്ചുനെ നീ ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് പാടില്ല എന്നും ഇനി പണത്തിന്റെ കാര്യമെല്ലാം തന്നെ ഡോങ്ചു നോക്കിക്കോളുമെന്നുമാണ് പ്രസിഡന്റ് ലീ പറയുന്നത്. അത് കൂടാതെ ഡോങ്ചു പണവുമായിട്ട് മുങ്ങിക്കളഞ്ഞൊന്നുമില്ലല്ലോ, അവന് വീണ്ടും നമ്മുടെ അടുത്തേക്കല്ല വന്നത്. അതുകൊണ്ട് തന്നെ അവനെ വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമെന്ന രീതിക്കെല്ലാം തന്നെ അയാൾ പറഞ്ഞ് കോളൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ ഡോങ്ചുന്റെ കയ്യിൽ അത്രയേറെ പണം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഡോങ്ചുന്റെ കൂടെ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നതെന്ന് ഇപ്പോൾ പ്രസിഡന്റ് ലീയും അസംബ്ലിമാന്റെ അടുത്ത് പറയുന്നത്. തന്റെ മുമ്പിലും ഇതല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്ന രീതിക്ക് പ്രസിഡന്റ് ലീയും പറയുന്നു. ഞാനും നിന്നോടുള്ള റിവഞ്ച് തീർക്കുവാനായിട്ട് വന്നതാണ്. എന്തായാലും വളരെ പതിയെ മാത്രമായിരിക്കും ആ ഒരു റിവഞ്ച് ഞാൻ തീർക്കുക എന്ന രീതിക്ക് ഡോങ് ചും ചാങ്സിന്റെ അടുത്ത് സംസാരിക്കുന്നു. ഈഡു ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ്. പക്ഷെ ഡോഹി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന ഈഡും എന്താണ് കാര്യമെന്ന് അവളുടെ അടുത്ത് തിരക്കുന്നു. അപ്പോഴാണ് ഇതുപോലെ അച്ഛൻ ചെരുപ്പ് പോലും ഇടാതെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നുവെന്നും തിരിച്ചു വരുവാനായിട്ട് അച്ഛന് വഴി അറിയില്ലായിരുന്നുവെന്നും പിന്നീട് സ്യോനുവു ആയിരുന്നു അച്ഛനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ അച്ഛൻ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഞങ്ങളെ ആരും അച്ഛൻ ഓർമ്മയുണ്ടായിരുന്നില്ല. കൂടാതെ സ്യോൻവു തന്റെ മകനാണെന്നൊക്കെ അച്ഛൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് ഡോഹിയും പറയുന്നത്. ഇതുവരെ ഞാൻ എല്ലാം സഹിച്ചു, ഇനി എനിക്ക് സഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഡോങ്ചുനെ കൊല്ലണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് ഡോഹിയും പറയുന്നു. എന്തായാലും പിറ്റേ ദിവസമാകുമ്പോഴത്തേക്കും ഡോങ്ചുവിനെയും ഡിസ്ചാർജ് ചെയ്യുന്നു. അങ്ങനെയിരിക്കെ അവനും ചെയർമാൻ ചൈന ചെന്ന് കണ്ടതിന് ശേഷം എത്രയും വേഗം സ്യോനുവിനെ നിങ്ങളുടെ ഫാമിലിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ടാണ് ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചെയർമാൻ ചൈനയുടെ അടുത്ത് പറയുന്നുണ്ട്. ഡോക്ടർ കാങ്ങിനും ഒരു കോൾ വരുന്നു. സംഭവം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും ഹോസ്പിറ്റലിലേക്ക് ഡോങ്ചുനെ കാണുവാനായിട്ട് എത്തിയതാണ്. പക്ഷെ അവൻ ഡിസ്ചാർജ് ചെയ്ത് പോയെന്നുള്ള ഒരു വിവരമായിരുന്നു ഇന്നാം അവിടെ വെച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഡിസ്ചാർജ് ഒന്നും തന്നെ ഇതുവരെയായിട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ സംഭവത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഇന്നാം ചോദിച്ചപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും താൻ തന്നെ നോക്കിക്കോളാം എന്ന രീതിക്കായിരുന്നു ഡോക്ടർ കാങ്ങും മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇന്നമ്മും തിരിച്ചു പോകുന്നു. പിന്നീട് ഡോക്ടർ കാങ് ചെയർമാൻ ചായനെ കോണ്ടാക്ട് ചെയ്തതിനു ശേഷം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുമുണ്ട്. ഡോക്ടർ കാങ്ങിന്റെ അച്ഛന്റെ കയ്യിൽ ഒരുപാട് ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പുതിയ ഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാമോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും അവളും ഏതൊക്കെ ഫോട്ടോസ് ആണ് വേണ്ടതെന്നൊക്കെ അന്വേഷിച്ച് അതിന്റെ അകത്തുണ്ടായിരുന്ന ഗാലറി ഒക്കെ സെർച്ച് ചെയ്യുകയാണ്.
അപ്പോഴാണ് അതിൽ നിന്നും വളരെ പഴയ ഒരു ഫോട്ടോ ഡോക്ടർ കങ്ങും ശ്രദ്ധിക്കുന്നത്. അങ്ങനെയിരിക്കെ അതിലെ ഈഡു ആണെന്ന് അവൾ ഒരാളെ തെറ്റിദ്ധരിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഈഡു അല്ല, ഡുഖിയുടെ ആദ്യത്തെ ഹസ്ബൻഡ് ആയിട്ടുള്ള സെൻഹു ആണ് എന്ന രീതിക്ക് അച്ഛനും മറുപടി കൊടുക്കുന്നു. അവൻ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ പോയി കഴിയുമ്പോഴത്തേക്കും അതിന്റെ അകത്തുണ്ടായിരുന്ന കുട്ടി അത് സെൻഹുഡാണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഡോങ്ചും ഇപ്പോൾ ഇഡുവിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നാളെ മുതൽ ഞാൻ ജോലിക്ക് കയറും, മാത്രമല്ല നീ എന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കാര്യമെല്ലാം തന്നെ ഞാനും രഹസ്യമാക്കി വെക്കാം. പക്ഷെ അതിന് പകരമായിട്ട് നീയും എന്റെ പ്ലാനിന്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന രീതിക്ക് ഈഡുവിനോടും അവൻ സംസാരിക്കുന്നു. ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.